ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ശാരീരികമായ ചില രോഗപീഠകൾ ഇത് മനസ്സിലാക്കാൻ 2 വചനഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഒന്ന്, ലൂക്കയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വചനം ഒന്ന് വായിച്ചാലോ. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ, എത്ര വർഷം? 18 വർഷം. 1-2 അല്ല, 18 വർഷമായി കൂനിപ്പോയ ഒരുവൾ. ബൈബിൾ പറയുന്നു ഒരാത്മാവ് ബാധിച്ചിട്ട് കൂനിപ്പോയവൾ, ഒരാത്മാവ് ബാധിച്ചിട്ട് കൂനിപ്പോയവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പീഡയാണ്. ദുരാത്മാവ് ബാധിച്ചിട്ട് കൂന്. ശാരീരികമായ രോഗപീഠകൾ പലതും നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ അതൊരു പൈശാചിക പീഡകളുടെ ആക്രമണമാവാം. മറ്റൊരു വചനം വായിച്ചോളൂ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള തിരുവചനം. നമ്മൾ അവിടെ വായിക്കുന്നത് അപസ്മാര രോഗിയായ ഒരു ബാലനെ കുറിച്ചാണ്. അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. എന്ത് രോഗമാണ്? അപസ്മാരം, ഫിറ്റ്സ് ആണ് അപസ്മാര രോഗം. വായിച്ചോ. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ സംഭാഷണം മുന്നോട്ട് നീങ്ങി കഴിഞ്ഞിട്ട് 18-ാം തിരുവചനം വായിച്ച 18-ാം തിരുവചനം. യേശു അവനെ ശാസിച്ചു. യേശു അവനെ ശാസിച്ചു. അപസ്മാര രോഗിയായ ബാലനെ ഈശോ ശാസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചേ, സൗഖ്യപ്പെടേണ്ടവനല്ലേ? അപ്പൊ അവനെ സൗഖ്യപ്പെടുത്തി എന്ന് പറയുന്നതിന് പകരം ഈശോ അവനെ ശാസിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? അടുത്ത വചനം എഴുതിയിരിക്കുന്നത് വായിച്ചേ. പിശാച് അവനെ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം ഒരു ആത്മീയ രഹസ്യം പഠിപ്പിക്കുകയാണ്. അവൻ അപസ്മാര രോഗിയായതിന്റെ പിന്നിലുള്ള കാരണം അവനിൽ ഒരു പൈശാചിക ബാധയായിരുന്നു. പല രോഗപീഠകളും ഒരു പൈശാചിക ബാധയുടെ ഭാഗമാവാം. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ, നിനക്കൊരു രോഗം വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമുക്കൊരു രോഗപീഠ വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം. ആശുപത്രി പോകണ്ടെന്നോ മരുന്ന് കഴിക്കണ്ടെന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ നിനക്കൊരു രോഗപീഠ വന്നാൽ നീ നന്നായിട്ട് ആദ്യം പ്രാർത്ഥിക്കണം. കാരണം ആ പീഡ ഒരു പൈശാചിക പീഡയുടെ ഭാഗമാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പീഡ വിട്ടുമാറും. നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു തലവേദന വന്നാൽ എന്ത് ചെയ്യും? തലവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാരസെറ്റമോൾ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ഗുളിക കഴിക്കുന്നു, പലതരത്തിലുള്ള ഓയിൽമെന്റുകൾ തേക്കുന്നു, അല്ലേ? വചനം പഠിപ്പിക്കുന്ന എന്നാന്നറിയോ? ആദ്യം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. പല രോഗപീഠകളും വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു അതൊരു തരത്തിലുള്ള പീഡകളാവാം. പീഡകളാവാം, പൈശാചിക പീഡകളാവാം. പ്രാർത്ഥിച്ചാൽ വിട്ടുമാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ധ്യാന ശുശ്രൂഷയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നാളുകളായി മരുന്ന് കഴിഞ്ഞിട്ടും മാറാത്ത ചില രോഗപീഠകൾ നമ്മൾ ഇങ്ങനെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വലിയൊരു ഡെലിവറൻസ് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മേഖലയിൽ വലിയ ഒരു ഡെലിവറൻസ് സംഭവിക്കുന്നു, സൗഖ്യം കിട്ടുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ മുമ്പിൽ സൗഖ്യം കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, രോഗപീഠകൾ ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നന്നായിട്ട് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോളൂ. നമുക്കുള്ള എല്ലാ രോഗങ്ങളും ഒന്ന് സമർപ്പിച്ച്, അത് ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നത് പൈശാചിക പീഡയുടെ ഭാഗമാണെങ്കിൽ, യേശുവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശരീരത്തിലുള്ള കാലങ്ങളായിട്ടുള്ള എല്ലാ പീഡകളെയും യേശുവേ ബന്ധിച്ച് ഈ നിമിഷം പുറത്താക്കണമേ, വിശുദ്ധീകരിക്കണമേ, എൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകണമേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷങ്ങളിൽ റുഹായെ എൻ്റെ ശരീരത്തിലേക്ക് അത്ഭുതകരമായൊരു ശക്തിയായിട്ട് വെളിപ്പെടണമേ എന്ന് ആഗ്രഹിച്ച് കരങ്ങൾ
ഉയർത്തി വിളിക്കട്ടെ, റുഹായേ റുഹായേ നീ കാറ്റായി വാ, ഓ റുഹാ റുഹായേ നീ നാവായി വാ, ഓ റുഹാ റുഹായേ പ്രാവായി വാ, ഓ റുഹാ റുഹായിന്നിൽ നിറവായി വാ, ഓ റുഹാ റുഹായേ നീ കാറ്റായി വാ. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്നു, രോഗപീഠകളുടെ മേൽ അധികാരമുള്ള കർത്താവേ, അത്ഭുതകരമായ ശക്തി ഓരോ വ്യക്തികളുടെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. രോഗപീഠ മൂലം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ, ഈ കൂട്ടായ്മയിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന കർത്താവേ. ഓ ദൈവമേ, പ്രൈസ് ദി ലോർഡ്. സാധാരണ മനുഷ്യ ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ട്, സ്വാഭാവികം. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനേക പ്രലോഭനങ്ങളുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ചില പ്രലോഭനങ്ങളുണ്ടല്ലോ, അത് നമ്മളെ ഇങ്ങനെ കെട്ടിയിടും, രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം ഇങ്ങനെ കെട്ടിയിടും. അതൊരു പൈശാചിക പീഡയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് കഴിഞ്ഞ നാളിലൊരു പെൺകുട്ടി പറഞ്ഞത്, അച്ഛാ ഇന്ന ഒരു ചെറുക്കനോടൊരു ബന്ധമുണ്ട്, ഇത് നല്ലതല്ലെന്ന് എനിക്കറിയാം. ഈ പെണ്ണ് പറയാ, അച്ഛാ ഈ ബന്ധം നല്ലതല്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാന്നറിഞ്ഞുകൂടാ അച്ഛാ, എന്നാന്നറിഞ്ഞുകൂടാ, ഈ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പൈശാചിക പീഡയാണ്. ഇത് ശരിയല്ലെന്നറിയാം, അപ്പനും അമ്മയൊക്കെ പറഞ്ഞു ശരിയല്ല, എല്ലാം അറിയാം, പക്ഷെ പറ്റണില്ല അച്ഛാ. ഡൽഹിയിലായിരുന്ന അവസരത്തിൽ ഒരമ്മ മകളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. മകളുടെ കല്യാണം അച്ഛാ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കഴിഞ്ഞ് അമ്മ മകളോട് പറഞ്ഞു, മോളെ നീ പോയി നിത്യാരാധന ചാപ്പലിരിക്കും, ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. ഇവരുടെ ഹസ്ബൻഡ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാ, ഇപ്പൊ ഒറ്റയ്ക്കാ. ഈ മകളെ വളർത്തിയതൊക്കെ ഈ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകളുടെ കല്യാണം ഇന്ന തീയതി ഇന്ന നാളിലാണ്. ഞാൻ പറഞ്ഞു, കൊള്ളാം, പ്രാർത്ഥിച്ചല്ലോ. അല്ല അച്ഛാ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അച്ഛാ ഞാനുണ്ടല്ലോ, ഞാൻ അച്ഛനൊന്നും വിചാരിക്കരുത്, മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധിക നാൾ കഴിയുന്നതിന് മുമ്പേ എനിക്കൊരാളോട് ഇഷ്ടമാണ്, ഞാൻ അയാളുടെ കൂടെ പോവാ. പറയണാരാ? അമ്മ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. എന്നെ മുനി ചേച്ചി എന്നെ പറയണേ, അച്ഛാ ഇനി എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇന്നയാളോട്, അത് ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ പ്രായം നോക്കുമ്പോഴത്തേക്ക് ഒരു 20 വയസ്സെങ്കിലും താഴെയുള്ള ഒരു ചെറുക്കൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്ന അമ്മ മകളുടെ കല്യാണം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, എൻ്റെ മുന്നിൽ ചേച്ചി, ആ മകളുടെ കുടുംബം നാണക്കേട്, അതൊന്നും വിഷയമല്ല അച്ഛാ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു പൈശാചിക പീഡയാ. കാര്യത്തിന്റെ ഗൗരവമൊക്കെ അറിയാം. എന്നിട്ട് ഈ ചേച്ചി തന്നെ എന്നോട് പറയുക, അച്ഛാ എനിക്കറിയാം, ഇതൊക്കെ അറിയാം, പക്ഷേ ഇത് പറ്റത്തില്ല അച്ഛാ, ഇനി എനിക്ക് അങ്ങനെ പറ്റത്തില്ല, എനിക്കിനി അവൻ്റെ കൂടെ ജീവിച്ചേ പറ്റൂ. തന്നേക്കാൾ 20 വയസ്സ് കുറവുള്ള ഒരു ചെറുക്കൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത ഒരമ്മ. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല. ചില സംഭവങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് തന്നെ സംഭവിക്കുന്നുണ്ട്. ചില പ്രലോഭനങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, പൈശാചിക പീഡയായിട്ട് സംഭവിക്കാം. പൈശാചിക പീഡ ശുശ്രൂഷ മേഖലയിൽ സംഭവിക്കാം കേട്ടോ. ശുശ്രൂഷ മേഖലയിൽ വളരെ ശ്രദ്ധയുണ്ടാവണം. ശുശ്രൂഷ മേഖലയിലുള്ളവരാണ് പെട്ടെന്ന് പിശാചി പിടികൂടുന്നത്. ശക്തനായ ഒരു ആത്മായ വചന ശുശ്രൂഷകൻ എനിക്കറിയാം, കേരളത്തിലല്ല പുറത്താ. അയാളെ കാണണം, എന്നെ പവറാന്നറിയും, സ്വരം, അയാളുടെ പെരുമാറ്റം തന്നെ ഇച്ചിരി റഫ് ആൻഡ് ടഫാണ്. സാധാരണ ഒരു മനുഷ്യൻ അയാളുടെ അടുക്കെ പോയിരുന്നുണ്ട്, കൊച്ചു വർത്താനത്തിനൊന്നും പോകത്തില്ല. ഭാര്യയുണ്ട്, ഇയാളുടെ അമ്മ ഉണ്ടായിരുന്നു, ഭാര്യയുണ്ട്, മക്കളുടെ കല്യാണം കഴിഞ്ഞു. അമ്മ കുറച്ചു നാളുകൾക്ക് മുമ്പ് മരിച്ചു. നല്ല അന്തസ്സുള്ള കുടുംബം. ഇയാളുടെ പെരുമാറ്റം തന്നെ റഫ് ആൻഡ് ടഫ്. കഴിഞ്ഞിടയ്ക്ക് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു, എന്തുവാ? ഇന്ന ബ്രദർ ഒരു പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടിപ്പോയി. ഞാൻ പറഞ്ഞു, ഇതെങ്ങനെ? ഇതൊരു പൈശാചിക പീഡയാണ്. വിളിച്ച ബ്രദറെ, ആ ശുശ്രൂഷകനോട് പറയാ, അച്ഛാ ഇതൊരു പൈശാചിക പീഡയാണ് അച്ഛാ. അയാൾക്ക് തന്നെ 10-70 വയസ്സായി. തന്റെ മുമ്പിൽ കൗൺസിലിങ്ങിന് വന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ കൂട്ടത്തിൽ ഒളിച്ചോടി പോയെന്ന്.
ഞാൻ പറഞ്ഞു, അയാളെ പോലത്തെ റഫ് ആൻഡ് ടഫായിട്ടുള്ള ഒരു മനുഷ്യനോട് ഇത് ആര് വർത്തമാനം പറയാ? അതല്ല അച്ഛാ, അതൊരു പൈശാചിക പീഡയാ. ഞാനിത് പറയുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ചിലത് പൈശാചിക പീഡകളായി, ചില ബന്ധങ്ങൾ അങ്ങോട്ട് പൈശാചിക പീഡകളായിട്ട് പിടിക്കും. മദ്യപാനം ചിന്തിച്ചോ, ചിലരെ കണ്ടിട്ടില്ലേ? മദ്യം കുടിച്ചില്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല. ഞാനിത് പറയുന്നത് വല്ലപ്പോഴും കുടിക്കുന്നവരെ കുറിച്ചൊന്നല്ല, മറിച്ച് മദ്യം കുടിച്ചില്ലെങ്കിൽ അവന് പറ്റത്തില്ല. അവന് മദ്യം കുടിച്ചേ പറ്റൂ. ഹീസ് അഡിക്റ്റഡ്. ആ വ്യക്തി അതിന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു പൈശാചികത അതിന്റെ പിന്നിലുണ്ട്. മദ്യം മാത്രമല്ല, ഏത് കാര്യവും ചിന്തിച്ചോളൂ. ചില പ്രലോഭനങ്ങൾ അത്രമേൽ ശക്തമായിട്ട് പിടികൂടും. ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് എന്താ പഠിപ്പിച്ചത്? പ്രലോഭനത്തിൽ വീഴല്ലേ, ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണേന്ന്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ഇങ്ങനെയുള്ള ചില പ്രലോഭനത്തിന്റെ പീഡകളുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വസിക്കണം. എൻ്റെ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള എല്ലാ പൈശാചികമായ പ്രലോഭനത്തിന്റെ മേഖലകളും, ദൈവം ആഗ്രഹിക്കാത്ത സന്തോഷം തേടിപ്പോകുന്ന എൻ്റെ സ്വഭാവത്തിന്റെ മേഖലകളെ കർത്താവ് വിശുദ്ധീകരിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓ റൂഹ, പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, കത്തിപ്പടരുന്ന അഭിഷേകം. റൂഹായേ, നീ കാറ്റായി വാ, റൂഹായേ തീമാവായി വാ, റൂഹായേ പ്രാവായി വാ, റൂഹായെന്നിൽ നിറവായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീമാവായി വാ, റൂഹായേ പ്രാവായി വാ, സംഭവിക്കട്ടെ. റൂഹായെന്നിൽ നിറവായി വാ. ഓ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങ് ശ്രദ്ധിച്ചേ, കൈകൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കിക്കേ. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുണ്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. നിന്റെയും എന്റെയും ജീവിതത്തിൽ പിശാച് ഇപ്രകാരം പല മേഖലകൾ നമ്മളെ വട്ടമിട്ട് പിടിക്കും. ജാഗ്രതയുണ്ടാവണം. ഈശോ അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ പഠിപ്പിച്ചത്, 13-ാം വചനം പഠിപ്പിച്ചത്, തിന്മയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദുഷ്ടനിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ, ദുഷ്ടനിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നും ഈ പ്രാർത്ഥന ചങ്കോടുകൂടി ചേർത്ത് വെക്കണം. എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്കുണ്ടാവുന്ന ഈ ദുഷ്ടന്റെ പ്രവർത്തികളെ എന്നും ശക്തിയോടുകൂടെ എതിർക്കാനുള്ള കൃപ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച് ഒന്ന് മുട്ടുകുത്തിക്ക്. ദൈവസന്നിധിയിൽ നമുക്കൊരല്പസമയം ഒരു കുഞ്ഞ് ആരാധന ശുശ്രൂഷയിൽ ഒന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ ആരാധന സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ അഭിഷേകത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പീഡിപ്പിക്കുന്ന, ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന തിന്മയുടെ നാരകീയ ശക്തികളെ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് കെട്ടഴിക്കണമേ. ആഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ ഇതാ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ആത്മീയ യുദ്ധത്തിലാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോളൂ. ഈ പരിശുദ്ധ അൽത്താരയാണ് നമ്മുടെ ആശ്രയം. കർത്താവെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ ഈ യുദ്ധക്കളത്തിൽ പലപ്പോഴും ശത്രു ആരാണെന്നറിയാതെ പലപ്പോഴും വിഷമിക്കുന്നുണ്ട്. കർത്താവെ, ഈ തിന്മയെ കൃത്യമായി കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അവയെ പുറത്താക്കാനുള്ള കൃപ ഞങ്ങൾക്ക് വേണം. അതിനുള്ള പരിശുദ്ധാത്മാവിന്, വിവേകത്തിൻ്റെ ആത്മാവിന് ഞങ്ങൾക്ക് വേണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ഓ ദൈവത്തിൻ്റെ ആത്മാവെ, അത്ഭുതകരമായ ഒരു ശക്തി എന്നിലേക്ക് വെളിപ്പെടുത്തണമേ. അത്ഭുതകരമായൊരു ശക്തി, പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദൈവിക ശക്തിയെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു തിന്മയുടെ വാസന നമ്മുടെ ഉള്ളിലുണ്ടോ, തിന്മയോട് നമ്മൾ കൂട്ടുകൂടുന്നുണ്ടോ, ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് പൈശാചിക ബാധ ചില വ്യക്തികൾ ആവസിക്കുമെന്ന് നമ്മൾ പഠിച്ചു. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിലെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചത് ഈ നിമിഷത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവെ,
ഞങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ ഇടവക ഞങ്ങളുടെ ദേശത്ത് ഈ കൂട്ടായ്മയിലും ആരെങ്കിലും അപ്രകാരം പൈശാചിക പീഡകളുടെ ബന്ധനങ്ങളിലുണ്ടെങ്കിൽ ഓ കർത്താവേ, ആ മേഖലയിൽ ഒരു വിടുതൽ നൽകണമേ. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് അവരുടെ മുഖം മനസ്സിൽ കണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ പൈശാചികമായ ചില ശല്യപ്പെടുത്തലുകൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഒരു ദേശത്തിന് ചുറ്റും ഉണ്ടാവാം. പലതരത്തിലുള്ള ശല്യപ്പെടുത്തൽ ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ജോബിനെയും ജോബിന്റെ കുടുംബത്തെയും ശല്യപ്പെടുത്തിയ അതേ ദുഷ്ടാത്മാവ് നിന്റെ കുടുംബത്തിൽ ഒരുപക്ഷെ അടിക്കടി ചില പീഡകൾ, ചില രോഗങ്ങൾ, മരണങ്ങൾ, ചില തടസ്സങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, നഷ്ടങ്ങൾ വരുത്താം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ മേഖലകളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവേ, എൻ്റെ കുടുംബത്തിലുണ്ടായ എല്ലാ നഷ്ടങ്ങളും, എല്ലാ ഭാരങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ മരണങ്ങളും, എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വചനം പഠിപ്പിക്കുന്നു, ചില രോഗബാധകൾ നമുക്കുണ്ടാവാം. പൈശാചിക പീഡയുടെ ഭാഗമായി അപസ്മാര രോഗിയായിരുന്ന ബാലനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ ഒരു ദുഷ്ടാത്മാവ് അവനെ ഇതാ രോഗിയാക്കി. കൂനിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാതെ 18 വർഷത്തോളം കൂനിയായപ്പോൾ സ്ത്രീയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. ഒരു ദുഷ്ടാത്മാവ് അവളെ കൂനിയാക്കി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഏതെങ്കിലും രോഗപീഠകൾ നമുക്കോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ദേശത്തോ നമുക്കറിയാമെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, ഇപ്പോൾ അപ്രകാരം പൈശാചിക രോഗപീഠകൾ എല്ലാം സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുരക്തത്തിന്റെ വലിയൊരു ഇടപെടൽ സംഭവിക്കണം. ഓ കർത്താവെ, വലിയൊരു ശക്തി ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രലോഭനത്തിന്റെ മേഖലകളെ ഓർക്കുക. ചില പ്രലോഭനങ്ങൾ വിട്ടുമാറുന്നില്ല. എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറുന്നില്ല. നമ്മുടെ ഉള്ളിൽ അതൊരു പൈശാചികമായ കെട്ടായിട്ട് കിടക്കുന്നു. ചില വ്യക്തികളോടുള്ള ബന്ധമാവാം, ചിലപ്പോൾ മദ്യത്തിന്റെ ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തമാകാം, മൊബൈൽ ഫോണിന്റെ അടിമത്തമാകാം, ക്ഷമിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാവാം, നിന്റെ ഉള്ളിലെ ചില മടി അലസതയാവാം, പൈശാചികമായ ചിന്തകളാവാം. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ, 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 ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ ശരീരത്തെ തിരുരക്തത്താൽ കഴുകണമേ. ഓ കർത്താവേ, ഞങ്ങൾ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തത്തിന്റെ അഭിഷേകം സംഭവിക്കട്ടെ. കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ രക്തം കൊടുത്ത് വിലയായി വാങ്ങിയ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം 1 കൊരിന്തോസ് 6-ാം അധ്യായം 19-20 തിരുവചനം പറയുന്നു. നിന്റെ ശരീരം നിന്റെ സ്വന്തമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഈ ആലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്റെ ഈ ശരീരം ഒരിക്കലും തിന്മയ്ക്കുള്ള അടിമത്തത്തിൻ്റെതല്ല, മറിച്ച് യേശുവിന്റെ ശക്തിയാണ്. തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങിയപ്പെട്ടവനാണ്. രക്തത്തിന്റെ ശക്തി. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, നാവ് തുറന്ന്, ഹൃദയം തുറന്ന് യേശുവേ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് തിരുരക്ത കടലിൽ മുക്കണമേ. ശക്തി, പവർ, അഭിഷേകം സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ, മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. ഒരിക്കൽ കൂടെ ചേർന്ന് പഠിക്കുക. തിരുരക്ത കടലിൽ മുക്കണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. കൈകൾ ഉയർത്തി, കൈകൾ അടിച്ച്, ഈശോയേ, ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുന്നു, ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ, കരുണയിൽ ആശ്രയിക്കുന്നു, ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ, ഈശോ, ഈശോയേ, ഈശോ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച ഒരൊറ്റ വിളി, എന്റെ ഈശോ,
ആരാധന 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 മൈറ്റി പവർ. കൈയടിച്ചേ, ഒന്നാട് കൈയടിച്ചേ. ഇപ്പോൾ കൈയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണുകളടച്ച് നീ മനസ്സിൽ കാണണം, നിന്റെ വീട്ടിലേക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം, നിന്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം. കുടുംബങ്ങളില് മദ്യപാനത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വലിയ ഒരു തിരുരക്തത്തിന്റെ അഭിഷേകം. ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങളിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം. കുടുംബങ്ങളില് ഏതെങ്കിലും പൈശാചിക പീഡകളുണ്ടെങ്കിൽ അവയുടെ മേൽ തിരുരക്തത്തിന്റെ അഭിഷേകം. നമ്മുടെ വീട്ടിലെ ഓരോ മുറിയിലേക്കും തിരുരക്തത്തിന്റെ അഭിഷേകം. മാതാപിതാക്കളിലേക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം, മക്കളിലേക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം, സഹോദരങ്ങളിലേക്ക് തിരുരക്തത്തിന്റെ അഭിഷേകം. ഓ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ തിരുരക്തത്തിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. യേശുവിന്റെ ശക്തി വീട്ടിലേക്ക് വെളിപ്പെടുന്നു. കൈയടിച്ചു ശക്തിയോടെ. ആമേൻ, ആമേൻ. കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം. കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം. ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ അഭിഷേകം. തിരുരക്ത കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. കൈകൾ ഉയർത്തി. തിരുരക്ത കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം. കൈകൾ ഉയർത്തി, കൈകളടിച്ച്. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ വിളിച്ചേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. ഓ കർത്താവേ, ഓ കർത്താവേ, കാലാകാലങ്ങളായി പീഡിപ്പിക്കുന്ന തിന്മയുടെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഞങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ബന്ധങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മകളുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തെ പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. കൗദാശിക ജീവിതത്തിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ ഇടവക കൂട്ടായ്മയിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ കൃഷി ഇടത്തിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ അയൽപക്ക ബന്ധങ്ങളെ നശിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ വ്യക്തിപരമായി ആത്മീയമായി ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ ഉണ്ടെങ്കിൽ കർത്താവേ, ഈ നിമിഷം അഴിയട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായ ശക്തി, അത്ഭുതകരമായ ശക്തി ഓരോ വ്യക്തികളിലേക്ക് ചൊരിയട്ടെ. ഓരോ വ്യക്തികളിലേക്ക് ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കൂ, വിശ്വസിക്കൂ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. നിന്റെ മേൽ കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടുന്നു. യേശുവിന്റെ തിരുരക്ത കോട്ടയ്ക്കകത്ത് നിന്നെ സംരക്ഷിക്കുന്നു. ഒരു തിന്മയും നിന്നെ തൊടാതെ. ഇതാ നിന്റെ കോട്ട, അത് രക്തക്കോട്ടയാണ്, തിരുരക്തത്തിന്റെ അഭിഷേകമാണ്. വിശ്വസിച്ചോണം. യെസ്, എൻ്റെ വീട്, എൻ്റെ വീട്, എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഈ സംരക്ഷിക്കുന്നു. നമുക്കെല്ലാവരും മുട്ടുകുത്താം. മുട്ടുകുത്തിക്കേ. സമാപന ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പ് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നീ വിശ്വസിക്കണം. ഇന്ന് ഞാൻ കേട്ട ഓരോ വചനവും, ഞാൻ പാടിയ പാട്ടുകളും, ഞാൻ ഉയർത്തിയ സ്തുതിഗീതങ്ങളും, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ അങ്ങ് പണിതുയർത്തിയ സംരക്ഷണ കോട്ടയാണ്. ദൈവത്തിന് നന്ദി. രക്തത്താൽ അങ്ങ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയവൻ,
ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും കുറവുകളും യേശുവേ കുരിശിലങ്ങ് ഞങ്ങൾക്ക് വിലയായി സമ്മാനിച്ചു. കർത്താവേ, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങൾ വിടുതൽ നൽകി അനുഗ്രഹിച്ചു. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും. അതൊന്നോർത്തെ. ചില കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവിടെ. പ്രാർത്ഥിച്ചോ. കർത്താവ് ആ വിഷയത്തിലൊക്കെ ഇടപെടുകയാണ്. അനേക തടസ്സങ്ങൾ കർത്താവ് മാറ്റി വിശുദ്ധീകരിക്കുകയാണ്. വിശ്വസിക്കണം. യെസ്, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. എൻ ദേശമുണർന്ന ഒരു ഭവനത്തിൽ അതിമഴ